കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞങ്ങളുടെ പൊന്നുമോനെ വളരെ സ്നേഹത്തോടെ വളർത്തിയിരുന്നത്. ഞങ്ങൾ അത്രത്തോളം ആഗ്രഹിച്ചിട്ടും അവൻ ഞങ്ങളെ വിട്ടിട്ട് പോയി. നിങ്ങളുടെ മകനെ കുറിച്ച് ചോദിച്ച് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കുറച്ച് ബുദ്ധിമുട്ടിച്ചു അല്ലേ? എന്നോട് ക്ഷമിച്ചേക്ക്. അതൊന്നും സാരമില്ല മോളെ. നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചില്ലെങ്കിലും ഞങ്ങള് അവനെ ദിവസം ഓർക്കുന്നുണ്ട്. മകനെ കാണാതായതിനു ശേഷം പിന്നീട് ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വന്നില്ലേ? സത്യത്തിൽ എന്താ സംഭവിച്ചത്? സംഭവിച്ചെന്താണെന്ന് വെച്ചാ, എന്റെ മകനും മോളുടെ ചേട്ടനും രണ്ടുപേരും ഒറ്റ ചങ്ങാതിമാരായിരുന്നു. ഒരാളുടെ തീരുമാനം തന്നെ മറ്റേയാളും അനുസരിച്ചിരുന്നു. മോളുടെ ചേട്ടൻ ശാസ്ത്രത്തിൽ പണ്ഡിതനായിരുന്നെങ്കിൽ എന്റെ മകൻ ഗണിതത്തിൽ പണ്ഡിതനായിരുന്നു. ഈ നാടിന് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവർ അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് ആലോചിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ ആഗ്രഹം നിറവേറുമെന്ന് അവരൊരുപാട് സ്വപ്നം കണ്ടു. അവര് രണ്ടുപേരുടെയും പ്രയത്നത്തെ കണ്ടപ്പോൾ തന്നെ ഉറപ്പായും നല്ലത് സംഭവിക്കുമെന്നും ഈ നാടിന് നല്ലൊരു ഗതി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞാനും അങ്ങനെ ആഗ്രഹിച്ചു. പക്ഷേ എന്റെ ആഗ്രഹം നിറവേറിയില്ല മോളെ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആഗ്രഹം നിരാശയായത്? കാണാതെ പോയ നിങ്ങളുടെ മകൻ തിരിച്ചു വരായികയില്ലല്ലോ. മരിച്ചുപോയ ആള് എങ്ങനെ ഉയിരോടെ തിരിച്ചു വരും മോളെ? ഇന്നലെ രാത്രി ഞങ്ങൾ അദ്ദേഹത്തെ അതായത് ഇന്നലെ രാത്രിയില് ഭവാനിയുടെ ചേട്ടനെ പറ്റിയും നിങ്ങളുടെ മകനെ പറ്റിയും ഞങ്ങൾ സംസാരിച്ചായിരുന്നു. എന്റെ വീട്ടില് എന്റെ ഏട്ടൻ മരിച്ചുപോയെന്ന് വിചാരിച്ച് ഏട്ടന്റെ ഫോട്ടോയിൽ മാല ഇട്ടിരുന്നു. അതുപോലെ താങ്കളും വിശ്വസിച്ച് മകന്റെ ഫോട്ടോയിൽ മാല ഇട്ടിരിക്കുകയാണോ? നിന്റെ ചേട്ടൻ മരിച്ചുപോയെന്നുള്ളത് മോളുടെ വീട്ടുകാരുടെ അഭിപ്രായം. പക്ഷെ എന്റെ മോന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്റെ മോന്റെ ചേതനേറ്റ ശരീരം എന്റെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചു തന്നു. എന്റെ മോന്റെ നിശ്ചലമായ ശരീരത്തെ ലാളിച്ചു വളർത്തിയ എന്റെ ഈ കൈകൊണ്ട് തന്നെ അവന് ഞാൻ കൊള്ളിവെക്കേണ്ടി വന്നു മോളെ. എനിക്കത് ചെയ്യേണ്ടി വന്നു മോളെ. എല്ലാം എന്റെ തലയിലെഴുത്ത്. നിങ്ങളുടെ മകൻ മരിച്ചുപോയെന്ന് പറയുന്നു. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും അതൊന്നും ഇതുവരെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല മോളെ.
അപ്പൊ പിന്നെ നമ്മൾ ഇന്നലെ കണ്ടത് ശങ്കറിന്റെ ആത്മാവാണോ? ആയിരിക്കാം. അവൻ വീട്ടിലുള്ള പോലെയും അമ്മയെ അമ്മയെന്ന് എപ്പോഴും വിളിക്കുന്നത് പോലെയും എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന പോലെയും അമ്മ എനിക്ക് ആഹാരം വേണമെന്ന് പറയുന്ന പോലെയും ചിലപ്പോഴൊക്കെ തോന്നും. ഇപ്പോഴും ചിലപ്പോഴൊക്കെ വെളിയിൽ നിന്ന് വിളിക്കുന്ന പോലെ തോന്നുന്നു മോളെ. വെളിയിൽ പോയി നോക്കുമ്പോ ആരെയും കാണുന്നില്ല. അവന്റെ ആത്മാവ് ഇവിടെ എവിടെയോ ഉണ്ട് മോളെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയോ ചോദിക്കാൻ വന്നു. പക്ഷെ ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു അല്ലേ? തെറ്റായി കാണരുത് മോളെ. സാരില്ല. സന്തോഷം മാത്രമല്ല, ദുഃഖങ്ങളും മനുഷ്യനെ ഒന്നിച്ചു ചേർക്കും. പറ മോളെ, നിങ്ങൾ എന്തിനാ വന്നതെന്ന് പറയൂ. ഏയ് ഒന്നുമില്ല. തിരുമേനിയുടെ മോൻ തന്ത്രവിധിയിൽ എക്സ്പേർട്ടാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ളപ്പോ താങ്കൾക്കും അതേപറ്റി നല്ല അറിവുണ്ടാവാൻ വഴിയുണ്ടല്ലോ. സർപ്പബന്ധം, ചക്രബന്ധം, പിന്നെ വായു ദിഗ്ബന്ധം എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ ജന്മനക്ഷത്ര നാളുകളിൽ മന്ത്ര ദിഗ്ബന്ധം പ്രയോജനപ്പെടുത്തി എന്തെങ്കിലും ക്രിയകളുണ്ടോ? എല്ലാ പൂട്ടുകൾക്കും ചാവി ഉള്ളതുപോലെ അതുപോലെ എല്ലാ ബന്ധങ്ങൾക്കും ബന്ധത്തിനോടൊപ്പം ദിഗ്ബന്ധവും ഉണ്ടായിരിക്കും. ഏതെങ്കിലുമൊക്കെ വിലമതിപ്പുള്ള രഹസ്യങ്ങളെ മറ്റാരും ഒരിക്കലും അറിയാതിരിക്കുവാൻ വേണ്ടി, ആ രഹസ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് നക്ഷത്രങ്ങളുടെ പേര് വെച്ച് ദിഗ്ബന്ധം നടത്താറുണ്ട്. ആ നക്ഷത്രങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ആ ദിഗ്ബന്ധനത്തിന്റെ ശക്തി പുറത്തു വരൂ. അതുകൊണ്ട് ആ മന്ത്രം ആരുരുവിട്ടുപോ അദ്ദേഹത്തെ നല്ലതുപോലെ മനസ്സിൽ വിചാരിച്ച് ഭക്തിയോടെ നിങ്ങൾ ശ്രദ്ധിച്ച് പൂജിച്ചാൽ ആ ബന്ധനം നിങ്ങളെ വിട്ടുപോകും. ഇപ്പൊ പെട്ടെന്ന് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണ് മോനെ? അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചേ ഉള്ളൂ. അത്രേ ഉള്ളൂ കേട്ടോ. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. നല്ലത് വരട്ടെ. പോയിട്ട് വരാമേ. ശരി മോനെ, നീ ചെല്ല്. എന്താ ഇത്? നമ്മുടെ ശങ്കർ പോയെന്നോ? ശാരദേ, സമാധാനിക്ക്. കരയാവോ നീ? കരയാതെ, കരയണ്ട. ഇയാളെന്താ ആലോചിക്കുന്നേ? എനിക്കറിയില്ല, ഞാൻ ആകെ കൺഫ്യൂഷനിലായിപ്പോ. ഇതില് കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. തിരുമേനിയോട് സംസാരിച്ചപ്പോ എനിക്ക് കുറച്ച് ക്ലാരിറ്റി വന്നു. ആ വേലിന്റെ അടിയിൽ എന്താന്നുള്ള രഹസ്യം ഒരാൾക്ക് പോലും അറിയില്ല. ആർക്കും കിട്ടാൻ പാടില്ലെന്ന ഉദ്ദേശത്തോടെ ഇയാളുടെ ചേട്ടന്റെ ജന്മനക്ഷത്രത്തില് മന്ത്ര ദിഗ്ബന്ധനം ചെയ്തിരിക്കണം. അർജുൻ, എന്താ നീ പറയുന്നേ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. കേട്ട് കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവുകയൊക്കെ. ഇയാളുടെ ചേട്ടൻ ഇയാളെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വന്നപ്പോ എന്തോ ഇയാളോട് പറയാനായിട്ട് ട്രൈ ചെയ്തിരുന്നില്ലേ? അതെ. ഇയാളുടെ ചേട്ടൻ എഴുതിയ ആ ഡയറിയിൽ
എന്നെക്കൊണ്ട് ഈ വേദന സഹിക്കാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും എൻ്റെ സഹോദരിയോട് പറയാൻ തോന്നുന്നു എന്നാ ഭവാനി ഇത് ഏത് അർത്ഥത്തിൽ എടുക്കുമെന്നുള്ളത് അറിയില്ലെന്ന് അതിലെഴുതിയിരുന്നില്ലേ? ആ, അതെ. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ചേട്ടന് ആരോടും പറയാൻ പറ്റാത്ത, ആരും അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യം ഉറപ്പായിട്ടുമുണ്ട്. അത് ഇയാളോട് മാത്രം പറയണമെന്ന് വിചാരിച്ചു. ഇത് നമുക്കിപ്പോൾ ഒരു പ്രധാന പോയിന്റാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്. ഇയാൾ അമേരിക്കയിലേക്ക് പോയത് പാമ്പിനെ പറ്റി റിസർച്ച് ചെയ്യാനല്ലേ? പക്ഷേ വീട്ടിലുള്ള ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഇയാളുടെ ചേട്ടനറിയാം അല്ലേ? അതെ. എന്റെ ഏട്ടൻ അറിയാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. വീട്ടിലുള്ളവരോട് ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹെർബറ്റോളജി പഠിക്കാൻ പറഞ്ഞത് എന്റെ ഏട്ടൻ തന്നെയാ. ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നു. എന്താ അത്? ഇയാളുടെ വീട്ടിൽ ആരും അറിയാതെ ഇയാളെ പാമ്പിനെ പറ്റി പഠിക്കാനായി സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ചിന് ഇയാളൊരു ഹെൽപ്പായിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു കാണും. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ചേട്ടന് ഇയാളുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ച അദ്ദേഹം വിചാരിച്ച കാര്യം പാതിയിൽ നിന്നു പോവാതെ ഇയാൾ അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കുമെന്നുള്ള വിശ്വാസം ചേട്ടന് ഇയാളോടുണ്ടായിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ 100% ഇയാളുടെ ചേട്ടന്റെ ജന്മനക്ഷത്രത്തിലായിരിക്കണം ആ മന്ത്ര ദിഗ്ബന്ധം ചെയ്തിട്ടുണ്ടാവുക. നോ ഡൗട്ട്സ്, ഇറ്റ്സ് കൺഫേം. ആദിത്യ, എന്തു പറ്റിയടാ? ഞാൻ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന റിസർച്ച് ചിലർ മനസ്സിലാക്കി. ശങ്കർ, നമ്മൾ ജീവൻ പണയം വെച്ച് കണ്ടുപിടിച്ച റിസർച്ച് ഈ ഡയറിയിലുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച് അവർക്ക് അറിയുന്നത് കൊണ്ട് ഈ ഡയറിക്ക് വേണ്ടി അവരെന്ത് വേണേലും ചെയ്യും. നമ്മുടെ ജീവൻ പോയാലും ഈ ഡയറി അവരുടെ കയ്യിലെത്താൻ പാടില്ല. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം? ഇത് അവരുടെ കൈ കിട്ടിയ നീ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകൂടാ. ശങ്കർ, എനിക്കിതിന് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലടാ. ഇതിനുള്ള രഹസ്യമെല്ലാം അവർ നല്ല കാര്യത്തിനല്ലാതെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് മനുഷ്യരാശിക്ക് തന്നെ വലിയ ആപത്താണ്. അങ്ങനെ നടക്കുമെന്ന എന്റെ പേടി. ശങ്കർ, ഒരുപക്ഷെ ഈ ഡയറി ആർക്കെങ്കിലും കിട്ടിയാൽ ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പാടില്ല. അതുകൊണ്ട് എന്റെ സയൻസിന്റെ പരിജ്ഞാനം ഉപയോഗിച്ച് രഹസ്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോ എന്റെ സയൻസ് പരിജ്ഞാനത്തിന് നിന്റെ തന്ത്രം ആവശ്യമാണ്. നിനക്കറിയാവുന്ന മന്ത്രശക്തി ഉപയോഗിച്ച് എന്റെ അനുജത്തിയുടെ നാള് വെച്ച് അവൾക്കല്ലാതെ മറ്റാർക്കും ഇത് ഒരിക്കലും തൊടാൻ കഴിയാത്ത വിധം ഇതിനെ മന്ത്രദിഗ്ബന്ധനം ചെയ്യാൻ. അതെ ശങ്കർ, നീ ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള രഹസ്യം ഒരിക്കലും പുറത്തു വരില്ല. ശങ്കറെ, സമയമല്ല, വേഗം. വേഗം വേഗം.
എന്തിനാ വേലിങ്ങനെ കുത്തിവെച്ചിരിക്കുന്നത്? ഇത് നമ്മളാണ് വെച്ചതെന്ന് ഇവിടെ ആർക്കും അറിയാത്തതുകൊണ്ട് ഇത് താനെ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് എല്ലാവരും വിചാരിച്ചോളൂ. അതുകൊണ്ട് എല്ലാവരും ഇതിനെ ആരാധിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ആരും ഇതിനെ പുറത്തിറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുപോലുമില്ല. അതിനു വേണ്ടിയാ ആദിത്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. നീ വളരെ സമർത്ഥനാടാ. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ അവിടെയുള്ള വിഗ്രഹം പ്രതിഷ്ഠിച്ച് ക്ഷേത്രം ഉണ്ടാക്കാം. അതോടെ ആ രഹസ്യം എന്നോടൊപ്പം തന്നെ ചരിത്രമായി തീരും. സാൻവിയോ മറ്റാരായാലും ശരി, ഉറപ്പായിട്ട് അത് മനസ്സിലാക്കാൻ പാടില്ല. ഭവാനി, ഇയാളിപ്പോ എന്താ ആലോചിക്കുന്നത്? ഇയാള് ടെൻഷൻ അടിക്കണ്ട, ഇയാൾക്ക് ഒന്നും സംഭവിക്കില്ല. ഇയാളുടെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. പോ. ഇയാളുടെ ചേട്ടനെ പറ്റി ഇയാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വാ. എന്റെ ഏട്ടനെ പറ്റി എനിക്കറിയണം. പോ ഭവാനി. അറിയോ? ഓക്കെ, ആ ദൈവം ഇയാളുടെ ആഗ്രഹം സാധിച്ചു തരും. ഓക്കെ. ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നതിന് ശേഷവും വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് കണ്ടോ? ഇവരുടെ ഉദ്ദേശം എന്താ? ഭവാനി അവളുടെ ഏട്ടൻ എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നകുല. ആ പയ്യൻ ഭവാനിക്ക് സഹായത്തിന് എപ്പോഴും കൂടെ ഉണ്ടാവും. അതല്ലാതെ അവര് രണ്ടുപേരും ഒന്നും ആഗ്രഹിക്കുന്നുമില്ല, ആലോചിക്കുന്നതുമില്ല, വേറെ ഒരു ചിന്തയുമില്ല. അതാ സത്യം. ഞാൻ പറയുന്നത് വിശ്വസിക്കും. മന്ത്രത്തെ ജപിച്ച് ആളെ മനസ്സിൽ ധ്യാനിച്ച് ഭക്തിയോടെ ധ്യാനിച്ചതിന് ശേഷം മാത്രമേ ആ ബന്ധം ഇല്ലാതാകൂ.
ഇയാള് പ്രദക്ഷിണം വയ്ക്കേ. ഒരു സമയത്ത് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ ഞാൻ ദൈവത്തിലും ദൈവശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവം നമുക്ക് നല്ലത് മാത്രമേ ചെയ്യൂ എന്നുള്ള വിശ്വാസത്തോടു കൂടി ആഗ്രഹത്തോടെ ഞാൻ വന്നത്. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതിൽ ഭഗവാനും പങ്കുണ്ട്.